നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കൗമാര കലാപൂരത്തിന് ബുധനാഴ്ച തൃശൂരിൽ തിരശ്ശീല ഉയരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. സമഗ്ര കവറേജുമായി TCV. സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് കലാനഗരിയിൽ ആവേശ സ്വീകരണം. സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് വൻ വരവേൽപ്പ്. കലോത്സവ നഗരിയിലെ കലവറയിൽ രുചിപ്പെരുമ. പാലസ് ഗ്രൌണ്ടിലെ ഭക്ഷണപ്പുരയിൽ ഒരു ദിവസം ഒരുക്കുന്നത് 60,000-ഓളം പേർക്കുള്ള ഭക്ഷണം. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളുടെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത പോലീസ്. സുരക്ഷാ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത് 1000-ഓളം പോലീസുകാരെ. കലോത്സവ വേദികൾ വിജിലൻസ് നിരീക്ഷിക്കും. ഗ്രീൻ പ്രോട്ടോകോൾ ലംഘിച്ചാൽ പിഴ ഈടാക്കുമെന്ന് മേയർ. വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷന്റെ കോൺക്രീറ്റ് കനാൽ തകർന്നു. പ്രദേശത്തെ പറമ്പുകളിലേക്ക് വെള്ളം ഒഴുകിയെത്തി. നിർമ്മാണത്തിലെ അപാകതയാണ് കനാൽ തകരാൻ കാരണമെന്ന് ആക്ഷേപം. കുണ്ടന്നൂർ മാവിൻചുവട് പരിസരത്ത് പൊന്തക്കാട് വൃത്തിയാക്കുന്നതിനിടയിൽ 5 പേർക്ക് കടന്നൽ കുത്തേറ്റു. സാരമായി പരിക്കേറ്റ 3 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. 5 ദിവസം നീണ്ടു നിൽക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പൂരനഗരിയിൽ ബുധനാഴ്ച തിരിതെളിയും. 25 വേദികളിലായി 250 ഇനങ്ങളിലായി 15,000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലോത്സവം രാവിലെ 10-ന് തേക്കിൻകാട് മൈതാനിയിലെ പൂരപ്രദർശന നഗരിയിലെ പ്രധാന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കലോത്സവത്തിന് തുടക്കം കുറിച്ച് രാവിലെ 9-ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് പതാക ഉയർത്തും. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ ഒരുക്കുന്ന പാണ്ടിമേളം അരങ്ങേറും. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ മേളപ്രമാണിമാർ പാണ്ടിമേളത്തിന് പ്രമാണികത്വം വഹിക്കും. കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ രംഗപൂജ അവതരിപ്പിക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടായിരിക്കും കലോത്സവം അരങ്ങേറുക. പൂരനഗരി ഇനി സകലകലാ നഗരിക്കാണ് സാക്ഷ്യം വഹിക്കുക. കലോത്സവം 18-ന് സമാപിക്കും. സമാപന സമ്മേളനത്തിൽ മോഹൻലാൽ മുഖ്യാതിഥിയായിരിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള ആദ്യ സംഘ വിദ്യാർത്ഥികൾക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. തിരുവനന്തപുരം ആറ്റിങ്ങൽ KTCT HSSലെ വിദ്യാർത്ഥി അധ്യാപക സംഘത്തിനാണ് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണമൊരുക്കിയത്. പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി, റവന്യൂ മന്ത്രി K. രാജൻ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, P. ബാലചന്ദ്രൻ MLA, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ വിദ്യാർത്ഥി സംഘത്തെ സ്വീകരിച്ചു. മുത്തുക്കുടകളും പുലിക്കളിയുമായാണ് വിദ്യാർത്ഥികളെ വരവേറ്റത്. തുടർന്ന് മന്ത്രി V. ശിവൻകുട്ടി വിദ്യാർത്ഥി സംഘത്തിന് പോകാനുള്ള ആദ്യ കലോത്സവ വണ്ടിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കലോത്സവം തത്സമയം പ്രേക്ഷകരിലെത്തിക്കാൻ സജ്ജമായി TCVയും. ബുധനാഴ്ച രാവിലെ ആരംഭിക്കുന്ന കലോത്സവം രാവിലെ 10 മുതൽ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. വിവിധ വേദികളിൽ നിന്നുള്ള പ്രധാന മത്സരങ്ങൾ പ്രേക്ഷകരിലേക്ക് തത്സമയം കാണാം. പ്രധാന വേദിയായ സൂര്യകാന്തിക്ക് അടുത്തുള്ള TCV കലോത്സവ സ്റ്റുഡിയോയിൽ നിന്നും മത്സരാർത്ഥികളുടെ പ്രകടനങ്ങളും പ്രേക്ഷകർക്ക് മുന്നിലെത്തും. കലാപൂരം എന്ന പേരിൽ TCV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കലോത്സവ വിരുന്നിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 64ാമത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്നാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിൽ ആരംഭിച്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ രജിസ്ട്രേഷൻ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. ലോകത്ത് എവിടെയും 15,000-ഓളം വരുന്ന കലാകാരന്മാരായ വിദ്യാർത്ഥികളും നടത്തിപ്പിനായി 1 ലക്ഷത്തോളം വരുന്ന അധ്യാപകരും നാട്ടുകാരും എല്ലാം ചേർന്ന് ഒറ്റക്കെട്ടായി നടത്തുന്ന സംരംഭം ആദ്യമായിട്ടാണ്. സ്വന്തം കാര്യമെന്നതുപോലെ അധ്യാപകരെല്ലാം സജീവമായി പങ്കെടുക്കുന്നുവെന്നത് അഭിനന്ദനാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയ്ക്ക് രജിസ്ട്രേഷൻ മെറ്റീരിയൽസ് നൽകിക്കൊണ്ട് മന്ത്രി രജിസ്ട്രേഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ്, DDPM ബാലകൃഷ്ണൻ, രജിസ്ട്രേഷൻ കൺവീനർ അജിത് പോൾ, ആന്റോ, വൈസ് ചെയർമാൻ K. വർഗീസ്, കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
സ്കൂൾ കലോത്സവത്തിനെത്തിയ ആദ്യ വിദ്യാർത്ഥി സംഘത്തിന് താമസ സ്ഥലത്ത് സ്വീകരണമൊരുക്കി കലോത്സവ അക്കോമഡേഷൻ കമ്മിറ്റി. തിരുവനന്തപുരം ആറ്റിങ്ങൽ KTCT HSSലെ വിദ്യാർത്ഥികളെയാണ് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ തൃശൂർ കിഴക്കേക്കോട്ട സെന്റ് മേരീസ് UP സ്കൂൾ ലൂർദിലേക്ക് ആനയിച്ചത്. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. തുടർന്ന് മേയർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ്, കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ഫാദർ ജോസ് വല്ലൂരാൻ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് വിദ്യാർത്ഥികൾക്ക് നൽകി. തുടർന്ന് വിശിഷ്ടാതിഥികൾ വിദ്യാർത്ഥികളുടെ താമസ സൗകര്യം പരിശോധിച്ചു. കലോത്സവത്തിനെത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച താമസ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പറഞ്ഞു. സ്കൂൾ കലോത്സവത്തിന്റെ കൊടിമരം നിർമ്മിച്ചിരിക്കുന്നത് ശില്പകലാ അധ്യാപകൻ NR യദു കൃഷ്ണനാണ്. ബ്രഷ് മാതൃകയിലാണ് കൊടിമരം. അതിനോട് ചേർന്ന് വീണ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ 6 എന്ന സംഖ്യ ചേർത്തിരിക്കുന്നു. വീണയ്ക്ക് മുകളിലേക്ക് സംഗീതത്തിൽ നോട്ട് എഴുതുന്ന ലൈനുകൾ ഒരു കൈ പോലെ ചേർത്ത് വച്ചിരിക്കുന്നു. ഈ ലൈനും ബ്രഷും വീണയും ചേർത്ത് 4 എന്ന സംഖ്യയായി മാറുന്നു. അങ്ങനെ 64ാമത് കലോത്സവത്തെ ഇത് സൂചിപ്പിക്കുന്നു. സംഗീതത്തിന്റെ ലൈനുകൾ കൈകളായി മാറുന്നുണ്ട്. അവ വീണയുടെ മുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. 64 കലകളെ സൂചിപ്പിച്ച് 64 ചിലങ്കമണികളും കൊടിമരത്തിലുണ്ട്. കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിന് സാംസ്കാരിക നഗരിയിൽ ഊഷ്മള വരവേൽപ്പ്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച തലസ്ഥാന ജില്ലയും കടന്നാണ് 117.5 പവന്റെ സ്വർണ്ണക്കപ്പ് കലാനഗരിയിൽ എത്തിച്ചേർന്നത്. CMS സ്കൂളിൽ നൽകിയ സ്വീകരണത്തിന് ശേഷം സ്വരാജ് റൌണ്ടിലൂടെ ഘോഷയാത്രയായി സ്വർണ്ണക്കപ്പ് തേക്കിൻകാട് മൈതാനത്തെ പ്രധാന വേദിയിലെത്തി. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി, സംഘാടക സമിതി ചെയർമാൻ കൂടിയായ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, MLA KK രാമചന്ദ്രൻ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് ഉൾപ്പെടെയുള്ളവർ അണിനിരുന്ന ഘോഷയാത്രയിൽ കുതിരയും വാദ്യമേളവും കാവടിയും എല്ലാം അകമ്പടിയായി. വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു. പര്യടനം പ്രധാന വേദിയിൽ പര്യവസാനിച്ചതോടെ സംഘാടകർ സ്വർണ്ണക്കപ്പ് ട്രഷറി ഉദ്യോഗസ്ഥർക്ക് കൈമാറി. കലോത്സവം കഴിയും വരെ ജില്ലാ ട്രഷറിയിലാകും കപ്പ് സൂക്ഷിക്കുക. ഇതിനെ കൊണ്ടുപോവുകയാണ്. ഈ സ്വർണ്ണക്കപ്പിനെ CMS സ്കൂളിൽ കലാപൂരത്തിന്റെ വിളംബരം അറിയിച്ച് സ്വർണ്ണക്കപ്പ് കലാനഗരിയിൽ എത്തിയതോടെ അത്യാവേശത്തിലും അഭിമാനത്തിലുമാണ് തൃശൂകാരനായ പൊന്തോക്കൻ റാഫി. അതിന് കാരണം സ്വർണ്ണക്കപ്പിന്റെ നിർമ്മാണത്തിലെ പങ്കാളി കൂടിയായിരുന്നു റാഫി എന്നതാണ്. അധികം ആർക്കും അറിയാതിരുന്ന റാഫിയുടെ പങ്കിനെ ദിവസങ്ങൾക്ക് മുൻപാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി തന്നെ കലോത്സവ വേദിയിൽ വെച്ച് പറഞ്ഞത്. സ്വർണ്ണക്കപ്പിന്റെ സ്വീകരണ ചടങ്ങിൽ പ്രധാന വേദിയിൽ വെച്ച് റാഫിയെ മന്ത്രി ആദരിച്ചു. സ്വർണ്ണക്കപ്പ് പൂരനഗരിയിലെത്തി, കലാനഗരിയിലെത്തി, പ്രധാന വേദിയിലും എത്തിയിരിക്കുകയാണ്. ഇതിനൊപ്പം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സ്വർണ്ണക്കപ്പ് നിർമ്മാണത്തിലെ പങ്കാളി കൂടിയായിട്ടുള്ള ഒരു തൃശ്ശൂരിന്റെ സ്വന്തം സ്വർണ്ണ വ്യാപാരി കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, എങ്ങനെ ഒരു സന്തോഷം ഉണ്ട് ഈ സ്വർണ്ണക്കപ്പ് കലാനഗരിയിൽ എത്തിയപ്പോൾ? അളവുകളില്ലാതെ നിൽക്കുകയാണ്. അന്നത്തെ ഈ ഒരു പങ്കാളി കൂടിയാണ്. ആ ഒരു അനുഭവം എങ്ങനെയാണ്? നിർമ്മാണ ചുമതലയിലുണ്ടായിരുന്ന ഒരാളാണ്. 38 വർഷം മുമ്പ് ആണ് ഇത് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതെങ്ങനെയാണ് അങ്ങയിലേക്ക് എത്തിയത്? അതിവിടെ പത്തനംതിട്ടയിലുള്ള ഒരു കടയിലാണ് ഓർഡർ. അപ്പം ഞാനവിടെ ചെറുതായി ആഭരണ നിർമ്മാണം പണിത് കൊടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ അവർ എന്നെ ആ ചുമതല ഏൽപ്പിച്ചു. ഞാനത് വളരെ ബുദ്ധിമുട്ടി എൻ്റെ ആൾക്കാരെയൊക്കെ അന്വേഷിച്ച് പിടിച്ച് പണിത് കൊടുത്തതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആണ് ഇത്തരത്തിലൊരു 117 പവൻ ഇതിലേക്ക് കപ്പിലേക്ക് എത്തുന്നത്. അപ്പം ഇപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. കാരണം ഇപ്പോൾ സ്വർണത്തിന് വില കൂടിയപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം ഭയങ്കര വലിയായി. കാരണം സ്കൂളിൽ നിന്ന് ചെറിയ ഫ്ലാഗ് കൊടുത്ത് ഉണ്ടാക്കിയ ആ ചെറിയ കാശിൽ നിന്ന് വിലമതിക്കാനാവാത്ത കോടികളുടെ വിലയായിട്ടുണ്ട്. ഇപ്പം നിലവിൽ നമ്മളാണ് തൃശ്ശൂർ ജില്ലയാണ് മുത്തവിട്ട് ഇരിക്കുന്നത്. ഇത് കൈവിട്ട് പോകുമോ ഇത്തവണ, അതോ നിലനിർത്തും? ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് എല്ലാവരുടെയും നമ്മുടെ നാട്ടിൽ വന്ന് തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. നമ്മൾ തന്നെ വാങ്ങിക്കും.
അപ്പം ആ ഒരു ഇതിൽ സാക്ഷിയാകാനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് കരുതുന്നു. 100% ഭാഗ്യത്തോടു കൂടി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. ഓക്കെ, അപ്പം അതാണ് ഇതിൻ്റെ നിർമ്മാണത്തിലെ പങ്കാളി കൂടിയായിരുന്നുള്ള അദ്ദേഹവും ശുഭാപ്തി വിശ്വാസമാണ് പങ്കുവെക്കുന്നത്. ഇത്തവണയും കലാകിരീടം തൃശ്ശൂർ നിലനിർത്തുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. കലാനഗരിയിൽ നിന്നും ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം അഭിജിത്ത് തലശ്ശേര, TCV. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് 1000 രൂപ അധികം നേടി. സ്വർണം മാറ്റി വാങ്ങുവാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. 64ാമത് സംസ്ഥാന കലോത്സവത്തിന് തിരിതെളിയാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കലോത്സവത്തിന്റെ പ്രധാന ആകർഷണമായ കലവറ നിറഞ്ഞു. തൃശൂർ പാലസ് ഗ്രൗണ്ടിലെ കലോത്സവ കലവറയിൽ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പാലുകാച്ചൽ ചടങ്ങ് നടന്നതോടെ കലവറ രുചിയുണർന്നു. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് നടന്ന പാലുകാച്ചൽ ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, മേയർ നിജി ജസ്റ്റിൻ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ്, DD PM ബാലകൃഷ്ണൻ, MLA മാരായ NK അക്ബർ, സനീഷ് കുമാർ ജോസഫ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ഭക്ഷണ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പാലുകാച്ചലിനോടനുബന്ധിച്ച് പഴയിടം മോഹനന്റെ നേതൃത്വത്തിൽ 400ഓളം പേർക്കുള്ള പായസവും ഒരുക്കിയിരുന്നു. ചൊവ്വാഴ്ച രാത്രി 7 മുതൽ കലോത്സവത്തിൽ പങ്കെടുക്കുവാൻ എത്തിയവർക്ക് ഭക്ഷണം വിളമ്പിത്തുടങ്ങും. 4000 മുതൽ 5000 പേർക്ക് വരെ ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമാണ് കലവറയോട് ചേർന്നുള്ള പാലസ് ഗ്രൗണ്ടിലെ ഭക്ഷണപ്പുരയിൽ ഒരുക്കിയിരിക്കുന്നത്. ഒരു ദിവസം 60,000-ഓളം പേർക്ക് ഭക്ഷണം ഒരുക്കും. ഉച്ചഭക്ഷണത്തിന് മാത്രമായി 20,000 മുതൽ 25,000 മത്സരാർത്ഥികൾ വരെയെത്തും. കലവറയിൽ 5 നേരം ഭക്ഷണം വിളമ്പും. രാവിലെ 7 മുതൽ പ്രഭാത ഭക്ഷണം ആരംഭിക്കും. പകൽ 11-ന് ചായയും പലഹാരവും ഉണ്ടാകും. 11:30-ന് ഉച്ചഭക്ഷണവും പായസവും വിളമ്പി തുടങ്ങും. വൈകിട്ട് 4-ന് ചായയും പഴംപൊരിയും വിളമ്പും. വൈകിട്ട് 7-ന് രാത്രി ഭക്ഷണം വിതരണം ആരംഭിക്കും. രാത്രി ഭക്ഷണത്തോടൊപ്പം കട്ടൻ കാപ്പിയും ഉണ്ടാകും. ഉച്ചഭക്ഷണത്തോടൊപ്പം പഴയിടത്തിന്റെ കൈപുണ്യമുള്ള നാവിൽ കൊതിയൂറുന്ന 5 തരം പായസമാണ് വിളമ്പുന്നത്. ഓരോ ദിവസവും മാറി മാറി ഗോതമ്പ് പായസം, പാൽപ്പായസം, പരിപ്പ് പായസം, അടപ്രഥമൻ, പഴപ്രഥമൻ എന്നിവയാണ് വിളമ്പുക. ഉച്ചഭക്ഷണത്തിനൊഴികെ ഓരോ നേരവും വ്യത്യസ്തമായ ഭക്ഷണങ്ങളാണ് ഒരുക്കുന്നത്. പൂർണ്ണമായും വെജിറ്റേറിയൻ ഭക്ഷണമായിരിക്കും കലവറയിൽ ഒരുക്കുന്നത്. ഹരിതചട്ടം കർശനമായി പാലിച്ച് കലോത്സവം നടത്തുന്നതിനാൽ വാഴയിലയിലായിരിക്കും ഭക്ഷണം വിളമ്പുക. കൊങ്ങിണി ദോശയാണ് ഇത്തവണത്തെ കലോത്സവ സ്പെഷ്യൽ വിഭവം. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവം സുരക്ഷാ ഡ്യൂട്ടിക്കായി 1000-ഓളം പോലീസുകാരെ നിയോഗിച്ചു. കലോത്സവ നഗരിയുടെ സുരക്ഷാ ചുമതല പോലീസ് ഏറ്റെടുത്തു. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അഡീഷണൽ SP, 8 ACPമാർ, 21 SHOമാർ ഉൾപ്പെടെ 1000-ഓളം പോലീസുകാരെയാണ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 300-ഓളം SPC കേഡറ്റുകളും ഡ്യൂട്ടിയിലുണ്ടാകും.
കലോത്സവ നഗരിയിൽ ഷാഡോ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും പ്രത്യേക നിരീക്ഷണം നടത്തും. അതേസമയം കലോത്സവം അഴിമതിരഹിതമാക്കുന്നതിന് വിജിലൻസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. മത്സരങ്ങൾ നടക്കുന്ന 25 വേദികളിലും വിജിലൻസ് സംഘം പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും. ഇതിനു പുറമെ വിധികർത്താക്കളെയും ഉദ്യോഗസ്ഥരെയും വിജിലൻസ് നിരീക്ഷിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് കർശന ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുമെന്ന് കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പറഞ്ഞു. ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാത്തവർക്കെതിരെ പിഴ ഉൾപ്പെടെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മേയർ പറഞ്ഞു. നഗരത്തിലെ ഹോട്ടലുകളിൽ ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കും. ശുചീകരണ പ്രവൃത്തികൾക്കായി 68 ശുചീകരണ തൊഴിലാളികളെ നിയമിച്ചിട്ടുണ്ടെന്ന് മേയർ അറിയിച്ചു. ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നമുണ്ടായാലും അത് 24 മണിക്കൂറും പ്രവർത്തിക്കാവുന്ന ഒരു സന്നദ്ധ സേന കോർപ്പറേഷനകത്തുണ്ടായിരിക്കും. വെള്ളം വിതരണത്തിനകത്തും അത് തടസ്സം വരാത്ത രീതിയിൽ തന്നെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ സ്റ്റേജുകളിലേക്കും ഒപ്പം തന്നെ അക്കോമഡേഷൻ സെന്ററിലേക്കും ഇവിടെ അടുക്കളയിലേക്ക് കലവറയിലേക്ക് വെള്ളം വരുവാനുള്ള എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോട്ടലുകളിൽ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കൃത്യമായി നമ്മുടെ പരിശോധന നടത്തി വരുന്നുണ്ട്. കൃത്യമായി ബഹുമാനപ്പെട്ട മേയർ എല്ലാ ഹോട്ടൽ മാനേജ്മെന്റ് ആളുകൾ വന്നപ്പോഴും മീറ്റിംഗ് വിളിച്ചപ്പോഴും അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് അവർ പാലിക്കുന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷന്റെ കോൺക്രീറ്റ് കനാൽ തകർന്ന് വെള്ളം പറമ്പുകളിലൂടെ ഒഴുകി പമ്പിംഗ് നിർത്തിവച്ചു. വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷന്റെ വേപ്പൂർ ഭാഗത്ത് നിർമ്മിച്ച കനാലിന്റെ 50 മീറ്ററോളം ഭാഗമാണ് തകർന്നത്. പുലർച്ചെ 4:30യോടെയാണ് സംഭവം. കുറുമാലി പുഴയിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം പീച്ചി ഇടതുകര കനാലിലേക്ക് എത്തിക്കുന്ന കോൺക്രീറ്റ് കനാലാണ് തകർന്നത്. കനാലിന്റെ ഒരു വശത്തെ ഭിത്തി തകർന്ന് വെള്ളം സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലൂടെ കുതിച്ചെത്തുകയായിരുന്നു. വേപ്പൂർ കാമ്പുഴ സജീവന്റെ വീട്ടുമുറ്റത്തേക്കും വെള്ളം ശക്തിയായി ഒഴുകിയെത്തി. ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്ന വരന്തരപ്പള്ളി വരിക്കാനിക്കൽ ശാർഗ്ദരനാണ് കനാൽ തകർന്നത് കണ്ടത്. ഇവരുടെ പറമ്പിലൂടെ പോകുന്ന കനാൽ തകർന്ന് വലിയ ശബ്ദത്തോടെ വെള്ളം കുതിച്ചെത്തുന്നത് കണ്ട ശാർഗ്ദരൻ ഓടി മാറുകയായിരുന്നു. ഇറിഗേഷൻ അധികൃതരെ വിവരമറിയിച്ചതോടെയാണ് പമ്പിംഗ് നിർത്തിവെച്ചത്. മുൻപും ഈ കനാലിന്റെ ചില ഭാഗങ്ങൾ തകർന്നിരുന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് കനാൽ തകരാൻ കാരണമെന്നാണ് ആക്ഷേപം. അപ്പോൾ പെട്ടെന്നൊരു സൗണ്ട് കേട്ട് നോക്കിയപ്പോഴാണ് മുകളിൽ നിന്ന് വെള്ളം കുത്തി ഒലിച്ചു വരുന്ന അപകടാവസ്ഥയിൽ ആള് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായെന്നാണ് പറഞ്ഞത്. അത് ഇതിനോട് ചേർന്ന് നടക്കുന്ന ഒരു സജീവൻ കാമ്പുഴ അവരുടെ വീടിനും കാര്യമായ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലേക്കും കുത്തി ഒലിച്ച് വെള്ളം വന്ന് വീട് നാശാവുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ ബാലൻസുള്ള ഭാഗം ഇനി ഇടിയാൻ പാകത്തിനാണ് നിൽക്കുന്നത്. അത് ഏത് സമയം വേണമെങ്കിൽ എപ്പോഴും അപകടം ഉണ്ടാകുന്ന അവസ്ഥയാണ്. സ്വകാര്യ വ്യക്തികളുടെ പറമ്പിലൂടെ നിർമ്മിച്ച 3 കിലോമീറ്ററോളം നീളമുള്ള കനാലിന്റെ പല ഭാഗങ്ങളും അപകട ഭീഷണിയിലാണ്. ഉയർന്ന ഭാഗങ്ങളിലൂടെ കടന്നുപോകുന്ന കനാൽ തകർന്നാൽ വെള്ളം താഴ്ന്ന പ്രദേശത്തെ വീടുകളിലേക്കും പറമ്പുകളിലേക്കുമാണ് എത്തുന്നത്. തോട്ടുമുഖം പമ്പ് ഹൗസിൽ നിന്ന് പൈപ്പ് മാർഗം കുട്ടഞ്ചിറ കുന്നിലെ ടാങ്കിലെത്തിക്കുന്ന വെള്ളം കോൺക്രീറ്റ് കനാലിലൂടെയാണ് ഇടതുകര കനാലിലേക്ക് എത്തിക്കുന്നത്. അപകടാവസ്ഥയിലായ കനാൽ പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്. കുണ്ടന്നൂർ മാവിൻ ചുവട് പരിസരത്ത് പൊന്തക്കാട് വൃത്തിയാക്കുന്നതിനിടയിൽ 5 പേർക്ക് കടന്നൽ കുത്തേറ്റു. ചിരിയങ്കണ്ടത്ത് LC ലോട്ടറി വിൽപ്പന തൊഴിലാളി പുൽക്കൂട്ടിൽ ഷീബ എന്നിവർക്കും ഇവരെ രക്ഷിക്കാനെത്തിയ മേക്കാട്ടുകുളം ദേവസി, മകൻ ഡോൺ, വീട് നിർമ്മാണ തൊഴിലാളിയായ എരുമപ്പെട്ടി സ്വദേശി പ്രസാദ് എന്നിവർക്കുമാണ് കടന്നൽ കുത്തേറ്റത്. വഴിയാത്രക്കാർക്കും കുത്തേറ്റിട്ടുണ്ട്. കടന്നൽ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റ LC, ഷീബ, ദേവസി, ഡോൺ എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മുഖ്യവേദി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. തേക്കിൻകാട് മൈതാനത്തെത്തി കേന്ദ്രമന്ത്രി കലോത്സവ ഒരുക്കങ്ങൾ വിലയിരുത്തി. ഊട്ടുപുരയും സുരേഷ് ഗോപി സന്ദർശിച്ചു. 2026 തൃശൂർ പൂരത്തിന്റെ കർട്ടൻ റെയ്സറായിരിക്കും കലോത്സവമെന്നും പൂരം കാണുന്ന പോലെ ലോകം മുഴുവൻ കലോത്സവവും ഏറ്റെടുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വേദിയിൽ നിന്ന് നേരത്തെ താമര ഒഴിവാക്കിയ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചു. എല്ലാത്തിലും രാഷ്ട്രീയം കാണുന്നതാണ് പ്രശ്നം. രാഷ്ട്രം എന്ന് വിചാരിച്ചാൽ മതി. താമരയോട് എങ്ങനെയാണ് രാഷ്ട്രീയം കാണാൻ കഴിയുന്നത്? താമര കാണുമ്പോൾ ആർക്കെങ്കിലും അസ്വസ്ഥത തോന്നേണ്ട ആവശ്യമുണ്ടോ എന്നും അദ്ദേഹം പറഞ്ഞു. പുഷ്പം പോലെ തന്നെ ഉള്ളതാണ്. പിന്നെ താമരയോട് എങ്ങനെയാണ് നമുക്ക് രാഷ്ട്രീയം കാണാൻ പറ്റുന്നത്? അത് പൂജാപുഷ്പമാണ് അല്ലേ? താമര ഇങ്ങനെ കുളത്തിൽ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ആർക്കെങ്കിലും അത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയാൻ തോന്നുന്നു? ഇല്ല. അതിനോടൊരു പ്രണയം വരും. അപ്പം പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളോടും നമുക്ക് പ്രണയമുണ്ടാകും.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനോടനുബന്ധിച്ച് തേക്കിൻകാട് മൈതാനിയിലെ പ്രധാന വേദിക്ക് സമീപം ഒരുക്കിയ മീഡിയ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മീഡിയ സെന്റർ ഉദ്ഘാടനം നിർവഹിച്ചു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ഫുട്ബോൾ ഇതിഹാസം പത്മശ്രീ IM വിജയൻ മുഖ്യാതിഥിയായി. കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. തദ്ദേശ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന വിനോദ നികുതി ഒഴിവാക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ സിനിമാ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി ഈ മാസം 21-ന് സംസ്ഥാന വ്യാപകമായി സിനിമാ മേഖലയിൽ സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് ഫിലിം ചേംബർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ സംയുക്തമായി അറിയിച്ചു. GSTക്ക് പുറമെ വിനോദ നികുതി കൂടി നൽകേണ്ടി വരുന്നത് സിനിമാ മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. GSTയും വിനോദ നികുതിക്ക് മേലുള്ള GSTയും ചേർന്ന് ഫലത്തിൽ 3 തരത്തിലുള്ള നികുതി ഭാരമാണ് സിനിമാ വ്യവസായം അനുഭവിക്കുന്നതെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. തിയേറ്ററുകൾക്ക് വലിയ തുക നികുതി കുടിശ്ശികയും അതിന്മേൽ ഭീമമായ പലിശയും വരുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന നികുതി പൂർണ്ണമായും ഒഴിവാക്കണമെന്നതാണ് സംഘടനകളുടെ പ്രധാന ആവശ്യം. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് തീരത്തോട് ചേർന്ന് കണ്ണി വലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ KP ഗ്രേസിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക മിന്നൽ കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനി അഴീക്കൽ സ്വദേശി കോയാലിക്കാനകത്ത് വീട്ടിൽ നൈനാർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഇസാത്ത് 2 എന്ന ബോട്ട് പിടിച്ചെടുത്തത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ പരസ്യലേലം ചെയ്ത് ലഭിച്ച 8,500 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും 90,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ C. സീമ അറിയിച്ചു. തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ സർക്കാർ തടഞ്ഞ നടപടിക്കെതിരെ പ്രതിഷേധവുമായി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി. മഹാമാഘ മഹോത്സവം മുൻ നിശ്ചയപ്രകാരം തന്നെ നടത്തുമെന്ന് സ്വാമി ആനന്ദവനം ഭാരതി തൃശൂർ തെക്കേമഠം ശ്രീഭദ്ര ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാഘമഹോത്സവത്തിന് എത്തിച്ചേരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ യജ്ഞശാലയും അവിടേക്ക് ആളുകൾക്ക് സുഗമമായിട്ട് അവിടെ വരുന്ന തിരക്ക് നിയന്ത്രിക്കാനും ഒക്കെ വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന താൽക്കാലിക സംവിധാനങ്ങൾ അപ്രതീക്ഷിതമായിട്ട് റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും എത്തി തടയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. മാഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൂജകളും അതിൻ്റെ നിളാസ്നാനവും ആരതിയും ഒക്കെ 2016 തൊട്ട് അവിടെ നടന്നു വരുന്നതിൻ്റെ ഒരു വിപുലീകരണം അത് ഈ വർഷം മഹാകുംഭമേളയെ തുടർന്ന് കേരളത്തിൻ്റെ കുംഭമേള എന്നുള്ള അപൂർവമായിട്ടുള്ള പ്രൗഢിയിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിൽ കുറച്ചുകൂടി തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സംഘാടകർ എന്നുള്ള നിലയിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് നവംബർ ആദ്യം തന്നെ ജില്ലാ കളക്ടർക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുമായിട്ട് സഹകരിക്കണം എന്നുള്ള രീതിയിലുള്ള അഭ്യർത്ഥന നമ്മൾ നടത്തിയിരുന്നു. DGP അടക്കമുള്ള പോലീസ് അധികാരികൾക്ക് ഒക്കെ ഇതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനകൾ നമ്മൾ നൽകിയിരുന്നു. അപ്പോൾ ആ തടസ്സപ്പെടുത്തുന്നതിൻ്റെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. ഒപ്പം തന്നെ
ഇതിൻ്റെ സംഘാടന അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ആചാര്യ പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് അത് മാഘം ഭംഗിയായി നടത്തും എന്നുള്ളതാണ്. മഹാമാഘ മഹോത്സവത്തിന് മുൻ വർഷത്തേക്കാൾ കൂടുതൽ ജനത്തിരക്കുണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ നടത്തുന്ന ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെത്തിയ സന്ദർഭത്തിലാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും എത്തി ചൊവ്വാഴ്ച രാവിലെ താൽക്കാലിക പാലവും യജ്ഞശാലയും ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞത്. കാരണങ്ങളൊന്നും അറിയിക്കാതെയാണ് റവന്യൂ ഉദ്യോഗസ്ഥരെത്തി തടഞ്ഞതെന്ന് സ്വാമി ആനന്ദവനം ഭാരതി കുറ്റപ്പെടുത്തി. വെട്ടുകടവ് പാലത്തിൽ നിന്നും കഴിഞ്ഞ ദിവസം ചാലക്കുടി പുഴയിലേക്ക് ചാടിയ യുവാവ് മരിച്ചു. മേലൂർ മുള്ളൻപാറ മരങ്ങാട്ടുപറമ്പിൽ ശശിധരന്റെ മകൻ 36 വയസ്സുള്ള വിമൽ കുമാറാണ് മരിച്ചത്. അമിതമായി മദ്യപിച്ച് വീട്ടിലെത്തിയ യുവാവ് അച്ഛനുമായി ബലപ്രയോഗം നടന്നിരുന്നു. ഇതിനിടെ ശശിധരന്റെ തലയ്ക്ക് മുറിവേൽക്കുകയും ചെയ്തു. തുടർന്നാണ് വിമൽകുമാർ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി പുഴയിലേക്ക് ചാടിയത്. ചാലക്കുടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ പ്രഖ്യാപിച്ച സമരപരിപാടികൾ നീട്ടിവെച്ചു. ആരോഗ്യ ധനകാര്യ മന്ത്രിമാരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന സർക്കാർ ഉറപ്പിൽ തൃപ്തിയുണ്ടെന്ന് KGMCTA അറിയിച്ചു. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡോക്ടർ സമരം പ്രഖ്യാപിച്ചിരുന്നത്. ഇരിങ്ങാലക്കുട കാട്ടൂരിൽ പോലീസ് ജീപ്പ് ഇടിച്ച് പരിക്കേറ്റ സൈക്കിൾ യാത്രികൻ മരിച്ചു. കാട്ടൂർ ഇല്ലിക്കാട് സ്വദേശി ചാലശ്ശേരി വീട്ടിൽ 83 വയസ്സുള്ള ജോസ് ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം. ജോസ് സൈക്കിളിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് ഇടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇനി സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുള്ള TCVയുടെ പ്രത്യേക സെഗ്മെന്റ് കലാപൂരം. TCV കലാപുരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം. അക്യുല ഫിനാൻസ് ലിമിറ്റഡ്, ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കേരള പെയിന്റ്സ്, കളേഴ്സ് ഓഫ് കെയേഴ്സ്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാടു, കർണാടക. GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, തൃശൂർ. ഡോക്ടർ സ്മിതാസ് MIHMS സെന്റർ ഫോർ അഡ്വാൻസ് ഹോമിയോപ്പതി, പാട്ടുരായ്ക്കൽ, തൃശൂർ. ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ, ചൊവ്വൂർ. കലോത്സവത്തിനായി തൃശൂർ ഒരുങ്ങി. മുകേഷ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മറ്റൊരു പൂരത്തിനായി തൃശൂർ നഗരം സജ്ജമായിരിക്കുന്നു. കലാപൂരത്തിനായി, കലയുടെ മാമാങ്കത്തിനായി എല്ലാവരും കാത്തിരിക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ പ്രധാന വേദിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാന വേദിക്കായുള്ള പന്തൽ, വിശാലമായ വലിയ രീതിയിലുള്ള പന്തലും എല്ലാം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ കലയുടെ പൂരത്തിനായുള്ള കാത്തിരിപ്പാണ്. വലിയ ഒരുക്കങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പ്രത്യേകമായിട്ടുള്ള കൊട്ട സജ്ജീകരിച്ചിരിക്കുന്നു. നമുക്കറിയാം അജൈവ മാലിന്യങ്ങൾ ഇതിൽ നിക്ഷേപിച്ചു എന്നുള്ളത് കൊട്ട അവിടെ വെച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ഹരിത കലോത്സവമായി മാറ്റുമെന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ആ കലോത്സവം പ്രേക്ഷകരിലേക്കും പൂർണ്ണമായി തന്നെ എത്തിക്കാൻ TCVയും സജ്ജമാണ്. അതിനുള്ള സജ്ജീകരണങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ക്യാമറ കാലുകൾ സൂക്ഷിച്ചിട്ടുള്ളത് ഈ ക്യാമറ കണ്ണുകളിൽ നിന്ന് പകർത്തുന്ന ദൃശ്യങ്ങൾ മുഴുവനായും തന്നെ കലോത്സവത്തിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ TCVയും സജ്ജമാണ്. ഈ കലാപൂരത്തിലൂടെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രധാന വേദിയിൽ വെച്ച് കലോത്സവം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം 25 വേദികളിലായി നടക്കുന്ന മത്സരങ്ങൾ, വിവിധ മത്സരങ്ങൾ, പ്രത്യേകിച്ച് സംഘനൃത്തമെല്ലാം ആദ്യ ദിനം തന്നെയുണ്ട് എന്നുള്ളത് വലിയ ആവേശമാണ് കാണികൾക്ക് പകരുന്നത്. ആവേശം പൂർണ്ണമായി പങ്കുവെച്ചുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ മുഴുവനായും പ്രേക്ഷകരിലേക്ക് രാവിലെ 10 മുതൽ രാത്രി 10:30 കഴിയുവോളം വിവിധ വേദികളിൽ നിന്നുള്ള മികച്ച കാണികൾ കാത്തിരിക്കുന്ന ആ കലാ ഇനങ്ങൾ പ്രേക്ഷകരിലേക്ക് TCVയും എത്തിക്കുകയാണ്. ഇതേസമയം തന്നെ കലവറയിലും ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കലവറയിലേക്കും പോകേണ്ടതുണ്ട്. അങ്ങനെ കലവറയിലാണ് പാലുകാച്ചൽ കഴിഞ്ഞിരിക്കുന്നു. കലവറ ഉണർന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം പഴയുടെ മോഹനൻ നമ്പൂതിരി തന്നെയുണ്ട്. ആദ്യം തന്നെ എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവുക എന്താണ് സ്പെഷ്യൽ എന്നുള്ളതാണ് ഓരോ പ്രാവശ്യവും. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ദോശയാണ്. അപ്പോൾ ദോശയോടൊപ്പം തന്നെ നമ്മളൊരു കൊങ്ങിണി വിഭവം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നവധാന്യ ദോശ. ഇദ്ദേഹം എറണാകുളത്ത് നിന്ന് വന്ന ആളാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് ബാക്കി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നവധാന്യ ദോശയെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അതിലേക്ക് കൊങ്ങിണി ദോശയിലേക്ക് നമുക്ക് പോകാം. അതോടൊപ്പം തന്നെ പുതുമകൾ എന്തൊക്കെയാണ് ഇത്തവണ? പുതുമകളൊന്നും കാര്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. നാളെ ഉച്ചയ്ക്ക് ചക്ക കൊണ്ടുള്ളൊരു പായസമാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇതുവരെ നമ്മൾ സ്കൂൾ യുവജനോത്സവങ്ങളിൽ കൊടുത്തിട്ടില്ല. പിന്നീടെല്ലാം ബാക്കിയുള്ള യൂഷ്വൽ സാധനങ്ങൾ തന്നെയാണ്. പിന്നെ വൈകുന്നേരം ഊണിന് പകരം ചപ്പാത്തി ആക്കിയിട്ടുണ്ട്. മറ്റു ദിവസങ്ങളിൽ നേരത്തെ രാത്രിയിലെ ഊണ് തന്നെയായിരുന്നു.
ഇപ്പോൾ രാത്രിയിലും ചപ്പാത്തി തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ വേളയിലും പല കണക്കുകളാണ് പറയുന്നത്. 3 സമയങ്ങളിൽ എത്ര പേരെയാണ് ഉദ്ദേശിക്കുന്നത്? ഒരു ദിവസം ആവറേജ് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം 4 മണിക്കും കൂടെ കൂടിയിട്ട് 60,000 പേരെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ തിരക്കുകൾക്കിടയിലാണ്. ഒപ്പം തന്നെ ആ കൊങ്ങിണി ദോശ ഉണ്ടാക്കുന്ന എന്താ പേര്? എൻ്റെ പേര് ശിവാനന്ദ ഭട്ട്, എറണാകുളത്താണ് സ്വദേശം. എന്തായിരിക്കും ആ പ്രത്യേകത? ആ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കൊങ്ങിണി സമൂഹത്തിൽ നവരാത്രി ദിനങ്ങളിൽ 9 ധാന്യങ്ങൾ ഭഗവാന്റെ മുമ്പിൽ വെക്കാറുണ്ട്. ആ നവരാത്രി കഴിയുമ്പോൾ ആ 9 ധാന്യങ്ങളും എടുത്തൊരു സ്പെഷ്യൽ ദോശ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊരു അവസരം ഉണ്ടാക്കി തന്ന ഒരു ചേട്ടന് ആദ്യം തന്നെ ഒരു നന്ദി പറയുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ആ കൊങ്ങിണി ദോശയുടെ രുചി നുകരട്ടെ. എല്ലാവിധ ആശംസകളും. അദ്ദേഹം തീർച്ചയായും ഓരോ തവണയും ഒട്ടും മോശമാക്കാറില്ല. ഓരോ തവണയും ഏറ്റവും ഗംഭീരമായി തന്നെ ആ കലോത്സവത്തിലെ പഴയടം രുചിപ്പെരുമ നമുക്ക് പങ്കുവയ്ക്കാറുണ്ട്. നമുക്ക് കാണാം പശ്ചാത്തലത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാകുന്നു. കലവറയിൽ നിറയെ സാധനങ്ങൾ എത്തിയിരിക്കുന്നു. അവിടെ പ്രത്യേക ഒരുക്കങ്ങൾ, മുളക് നന്നാക്കുക ഉൾപ്പെടെ പച്ചക്കറി അരി ഉൾപ്പെടെ വിവിധ ഒരുക്കങ്ങളും തുടരുകയാണ്. അങ്ങനെ ആ കലോത്സവത്തിന്റെ ആരവങ്ങളിലേക്ക് തന്നെ തൃശ്ശൂർ നഗരം ഒപ്പം കലവറയും. അങ്ങനെ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പും തൃശ്ശൂരിലെത്തിയിരിക്കുകയാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച കലോത്സവമാക്കി മാറ്റും എന്ന ഉറപ്പിലാണ് തൃശ്ശൂർ നഗരം. ആ നഗരം ഒരു പൂരത്തിന്റെ ആവേശത്തോടുകൂടി ആവേശത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞു. ഒപ്പം ആ കലാപൂരവുമായി ടിസിവിക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മാറ്റുരയ്ക്കുവാൻ മമ്മിയൂർ LF ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളും. സംഗീതം തനതും തനതും തന ദീപം തനതും തനതും തന ചന്ദനരാത്രവും ഇന്ദുകളേബരദീപം സുമവദന കോമളം മന്ത്രമനോഹര ഗന്ധസുമേലിതഹാരം. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് സംഘഗാനം, വന്ദേമാതരം, കന്നഡ പദ്യം ചൊല്ലൽ എന്നീ ഇനങ്ങളിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് വഞ്ചിപ്പാട്ടിനത്തിലുമാണ് പങ്കെടുക്കുന്നത്. സംസ്ഥാന കലോത്സവത്തിൽ 2ാം തവണയാണ് സംഘഗാനത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ തവണ A ഗ്രേഡ് ലഭിച്ചിരുന്നു. ഇത്തവണയും സംഘഗാനത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കുവാൻ കഴിയുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതുപോലെ തന്നെ മികച്ച വിജയം നേടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളുടെ പാരൻസും സ്കൂളും എല്ലാവരും ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അത് തന്നെയാണ് ഞങ്ങളെ ഈ വിജയത്തിലേക്ക് എത്തിച്ചതും. 9-10 ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് സംഘഗാന മത്സരത്തിൽ പങ്കെടുക്കുന്നത്. തനതും തനതും തന ദീപം തനതും തനതും തന തകിടധീം തധീം 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 തക തകിടധീം തധീം 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 തകിടധീം തധീം 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 തക തകിടധീം തധീം. ആദ്യമായാണ് മമ്മിയൂർ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ സംസ്ഥാന കലോത്സവത്തിന് വഞ്ചിപ്പാട്ടിനത്തിൽ പങ്കെടുക്കുന്നത്. സ്റ്റേറ്റ് ലെവൽ കലോത്സവം വഞ്ചിപ്പാട്ടിനായിട്ട് പോകുന്നത് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. A ഗ്രേഡ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞങ്ങളെ പിന്തുണച്ച മാതാപിതാക്കൾ, അതുപോലെ അധ്യാപകർ, അവരൊക്കെ ഞങ്ങളുടെ കൂട്ടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. +1, +2 വിദ്യാർത്ഥിനികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വർഷങ്ങളായി ഉപജില്ലാ കലോത്സവത്തിൽ LF സ്കൂളാണ് ജേതാക്കളാവാറ്. ജില്ലാ കലോത്സവത്തിലും മികച്ച വിജയമാണ് സ്കൂൾ നേടിയിട്ടുള്ളത്. TCV ന്യൂസ്, ചാവക്കാട്. TCV കലാപുരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം. അക്യുല ഫിനാൻസ് ലിമിറ്റഡ്, ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കേരള പെയിന്റ്സ്, കളേഴ്സ് ഓഫ് കെയേഴ്സ്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാടു, കർണാടക. ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, തൃശൂർ. ഡോക്ടർ സ്മിതാസ് MIHMS സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതി, പാട്ടുരായ്ക്കൽ, തൃശൂർ. ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ, ചൊവ്വൂർ.
ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം വിദേശത്തേക്ക് കടന്ന പ്രതിയെ കുന്നംകുളം പോലീസ് വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടി. ചെമ്മണ്ണൂർ സ്വദേശി അരുണിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഗ്രീൻ ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തൃശൂർ ഫ്ലവർ ഷോ ഈ മാസം 15 മുതൽ 27 വരെ ശക്തൻ തമ്പുരാൻ ഗ്രൗണ്ടിൽ നടക്കും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും എത്തിക്കുന്ന പുതുമയാർന്ന ഒട്ടേറെ പൂച്ചെടികളുടെ വർണ്ണ കാഴ്ചകളാണ് സാംസ്കാരിക നഗരിയിൽ ഒരുക്കുന്നത്. പൂക്കളുടെ പ്രദർശനത്തിന് പുറമെ അവതാർ സിനിമയെ അനുസ്മരിക്കും വിധം അവതാർ വിസ്മയ ലോകം പ്രദർശന ഗ്രൗണ്ടിൽ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. കാർഷിക സർവകലാശാല, സംസ്ഥാന കൃഷി വകുപ്പ്, തൃശൂർ കോർപ്പറേഷൻ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന തൃശൂർ ഫ്ലവർ ഷോയിൽ പൂന്തോട്ട പരിപാലന മത്സരം, ചിത്രരചനാ മത്സരം, വിദ്യാർത്ഥികൾക്ക് ഓമന പക്ഷി മൃഗാദികളെ പങ്കെടുപ്പിക്കാൻ കഴിയുന്ന പെറ്റ് ഷോയും ഈ വർഷത്തെ പ്രത്യേകതയാണ്. നിരവധി സെൽഫി പോയിന്റുകളും 50ലേറെ കച്ചവട സ്റ്റാളുകളും വിശാലമായ ഫുഡ് കോർട്ടും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികളും അരങ്ങേറും. ലഹരിവിരുദ്ധ സന്ദേശവും ലഹരിക്കെതിരെ ബോധവൽക്കരണവും ഇത്തവണത്തെ ഫ്ലവർ ഷോയിൽ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ 50ലേറെ ചിത്രകാരന്മാരുടെ ലഹരിക്കെതിരെയുള്ള ചിത്ര പ്രദർശനവും പ്രദർശന നഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ ഗ്രീൻ ഹോർട്ടികൾച്ചർ സൊസൈറ്റി പ്രസിഡന്റ് സെബി ഇരിമ്പൻ, സെക്രട്ടറി മനോജ് മുണ്ടപ്പാട്ട്, വൈസ് പ്രസിഡന്റ് KM ഷജീദ്, പബ്ലിസിറ്റി കൺവീനർ P മുഹമ്മദ് ബാബു എന്നിവർ പങ്കെടുത്തു. മാള മേഖലയിലെ പാടശേഖരങ്ങളിൽ നിന്ന് നീലക്കോഴികളെ തുരത്താൻ കർഷകർ കണ്ടെത്തിയ പ്രതിരോധം ഫലിച്ചു. നീലക്കോഴികൾ കഴിഞ്ഞിരുന്ന പാടശേഖരങ്ങളിൽ പതിവിലും കൂടുതൽ വെള്ളം കെട്ടിനിർത്തിയാണ് പ്രതിരോധിച്ചത്. സാധാരണ വെള്ളത്തിന്റെ അളവ് 4 ഇഞ്ചായിരുന്നത് 10 വരെ ആക്കിയാണ് കർഷകർ പരീക്ഷിച്ചത്. ഈ പരീക്ഷണം വിജയിച്ചതോടെ പല പാടശേഖരങ്ങളിൽ നിന്നും നീലക്കോഴികൾ ഒഴിഞ്ഞു. എല്ലാ വർഷവും നീലക്കോഴികൾ പാടം നിറയെ ഉണ്ടാകാറുണ്ട്. ഒരു ദിവസം ശരാശരി 10 സെന്റോളം സ്ഥലത്തെ നെൽച്ചെടികൾ വെട്ടിയിടുന്ന രീതിയാണ് നീലക്കോഴികൾക്കുള്ളത്. ചതുപ്പുകളിലും ജലാശയങ്ങളിലും നെൽകൃഷിയിടങ്ങളിലും കാണുന്ന ഈ പക്ഷി കോഴിയുമായി സാദൃശ്യമുള്ളതാണെങ്കിലും താറാവിനെ പോലെ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. വെള്ളം സമൃദ്ധമായുള്ള സ്ഥലങ്ങളിലാണ് റാലിഡേ ഇനത്തിലുള്ള ഇവ താവളം കണ്ടെത്തുന്നത്. നെൽച്ചെടികൾ പൂർണ്ണമായി മുറിച്ചിട്ട ശേഷം അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് തിന്നാറുള്ളത്. മാള മേഖലയിൽ ഇത്തവണ വിവിധ പാടശേഖരങ്ങളിലായി 30 ഏക്കർ സ്ഥലത്ത് കുറുവ, ചിറ്റേനി, പട്ടാമ്പി, പൗർണമി, ഉമ എന്നിവയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. 8 വർഷമായി ഓരോ തവണയും 3.5 ലക്ഷം രൂപ നഷ്ടം വരാറുണ്ട്. വെള്ളം 10 അടിയോളം കെട്ടിനിർത്തിയതോടുകൂടിയാണ് നീലക്കോഴികൾ ഒഴിഞ്ഞത്. കൊയ്ത്താരംഭിച്ചപ്പോൾ തന്നെ ലാഭകരമാകുമെന്ന പ്രതീക്ഷയുണ്ടായതായി കർഷകനായ PS ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇത് ഏകദേശം ഒരു 30 ഏക്കറോളം ഞങ്ങൾ സ്ഥിരമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 5 ഏക്കറൊക്കെ കൊയ്യാൻ കിട്ടാറുള്ളൂ. ഈ തവണ 30 ഏക്കറും നമുക്ക് ലാഭകരമായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. TCV ന്യൂസ്, മാള. അപകടത്തെ തുടർന്ന് ശരീരം തളർന്ന യുവാവിനും അമ്മയ്ക്കും വാടകയ്ക്ക് താമസിക്കുന്ന കൊച്ചുമുറിയിൽ നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥയാണ്. സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് കൂപ്പൺ അച്ചടിച്ചിറക്കി നിരാലംബരായ ഇവർക്ക് വീടൊരുക്കാനുള്ള ശ്രമത്തിലാണ്. സുഹൃത്തുമൊത്ത് പെട്ടിവണ്ടിയിൽ മീൻ കച്ചവടം നടത്തുകയായിരുന്ന മണലൂർ കാരമുക്ക് സ്വദേശി അഖിലിന് 3 വർഷം മുൻപുണ്ടായ ബൈക്ക് അപകടത്തിൽ ശരീരം പൂർണ്ണമായി തളർന്നു. നാട്ടുകാരുടെയും സുമനസുകളുടെയും കാരുണ്യത്തിൽ നടന്ന ചികിത്സയെ തുടർന്ന് ഇപ്പോൾ കൈവിരലുകൾ ചെറുതായി അനക്കാൻ സാധിക്കും. സമീപ പ്രദേശങ്ങളിലെ സന്നദ്ധ പ്രവർത്തകർ ഫിസിയോതെറാപ്പി അടക്കം സൗജന്യമായി നൽകി അഖിലിനെ ജീവിതത്തിലേക്ക് കരകയറ്റാൻ ശ്രമിച്ചു. വീൽ ചെയറും സംഘടിപ്പിച്ചു നൽകി. വീട്ടുപണികൾക്ക് പോയിരുന്ന അഖിലിന്റെ അമ്മ അംബുജത്തിന് മകനെ ശുശ്രൂഷിക്കാൻ നിൽക്കേണ്ടതിനാൽ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയായി. തുടർന്ന് നിത്യജീവിതത്തിനുള്ള ചെലവിനായി അഖിൽ മൊബൈൽ റീചാർജിംഗ് ആരംഭിച്ചു. അഖിലിന് താങ്ങാകാൻ സുഹൃത്തുക്കൾ ഒപ്പം നിന്നു. മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് എടുത്തു. പിന്നീടാണ് മനസ്സിലായത് സ്പൈനൽ കോഡിനാണ് ഇഞ്ചുറി പറ്റിയതെന്നല്ല. അതിനുശേഷം എൻ്റെ അരക്ക് താഴെ തളർന്നു. അതുപോലെ കൈകൾക്ക് സ്വാധീനക്കുറവുണ്ടായി. എന്നാലും ഒരുപാട് നല്ല ആൾക്കാരുടെ സഹായം ഉണ്ടായത് കൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. 2000 രൂപ വാടകയ്ക്ക് ഒരു വീടിന്റെ പുറകുവശത്ത് ഒരു ചെറിയ സ്റ്റോർ റൂമിന് സമാനമായ ഇടത്തിലാണ് അഖിലും അമ്മയും താമസിക്കുന്നത്. വീട്ടുടമസ്ഥർ ഒഴിയണമെന്നാവശ്യപ്പെട്ടതോടെ പെരുവഴിയിലാകുന്ന സാഹചര്യത്തിൽ അഖിലിനെ സഹായിക്കാനും നാട്ടുകാരെത്തി. ചികിത്സാ സഹായ സമിതി കേരളത്തിലെയും പുറത്തും വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച് ആ ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു. ആ അഖിൽ എന്ന ചെറുപ്പക്കാരൻ ഒരു വീട് പണിയുന്നതിന് വേണ്ടി കമ്മിറ്റി കൂടി ഒരു സമ്മാന കൂപ്പൺ പുറത്തിറക്കി. ഈ മാസം 31-ന് അതിന് നറുക്കെടുപ്പ് നടത്തി ആ സംഖ്യ കൊണ്ട് ഒരു വീട് പണിയാനും സ്ഥലം വാങ്ങാനുമുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. നാട്ടുകാർ അഖിലിനു വേണ്ടി സമ്മാന കൂപ്പൺ പുറത്തിറക്കിയിരിക്കുകയാണ്. 10 ലക്ഷത്തിലധികം രൂപ വില വരുന്ന സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. വീട് പണിയാനും സ്ഥലം രജിസ്ട്രേഷൻ നടത്താനുമുള്ള തുക സമ്മാന കൂപ്പൺ വഴി സ്വരൂപിക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ.
സ്വന്തമായ ഒരു ഭവനവും പ്രായമായ മാതാവിനെ പോറ്റാൻ ശരീരം ഭാഗികമായി തളർന്ന അവസ്ഥയിലും മനസാന്നിധ്യം നഷ്ടപ്പെടാത്ത അഖിലിന് ഒരു വരുമാന മാർഗവും കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന ലക്ഷ്യത്തിലേക്ക് പ്രയാണം തുടരുകയാണ് കൂട്ടുകാരും നാട്ടുകാരും. TCV തൃശൂർ. മോട്ടോർ വാഹനങ്ങളുടെ ടെസ്റ്റ് സമയത്തുള്ള ഫിറ്റ്നസ് ചാർജ് വർധനവ് പിൻവലിക്കണമെന്ന് INTUC തൃശൂർ ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ആവശ്യപ്പെട്ടു. മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ തൃശൂർ ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് AT ജോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ, INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണൻ, MA സുബൈർ, VR ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. വിശ്വാസത്തിന്റെ 25 വർഷം പൂർത്തിയാക്കിയ വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ വണ്ടർ ഹണ്ടർ നറുക്കെടുപ്പ് കുന്നംകുളത്ത് നടന്നു. 2000 പഴനിയിൽ ആരംഭിച്ച സ്ഥാപനം ഇന്ന് തൃശൂരിൽ മൾട്ടി ബ്രാൻഡഡ് ഷോറൂം ഉൾപ്പെടെ 5 ബ്രാഞ്ചുകളായി വളർന്നു. KR ഗ്രാൻഡ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നടി ലക്ഷ്മി കീർത്തന മുഖ്യാതിഥിയായിരുന്നു. ISO അംഗീകാരം നേടിയതിന്റെ സർട്ടിഫിക്കേഷനും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായ റോയൽ എൻഫീൽഡ് ഹണ്ടർ ബൈക്ക് കുന്നംകുളം ഇന്ദിരാനഗർ സ്വദേശി സാരിഷ്മ സജിക്ക് ലഭിച്ചു. 2ാം സമ്മാനമായി 5 പേർക്ക് വാട്ടർ പ്യൂരിഫയറുകളും 3ാം സമ്മാനമായി 5 പേർക്ക് സൗണ്ട് ബാറുകളും വിതരണം ചെയ്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,065, പവന് 1,04,520. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. കൗമാര കലാപൂരത്തിന് ബുധനാഴ്ച തൃശൂരിൽ തിരശീല ഉയരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. സമഗ്ര കവറേജുമായി TC. സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് കലാനഗരിയിൽ ആവേശ സ്വീകരണം. സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് വൻ വരവേൽപ്പ്. കലോത്സവ നഗരിയിലെ കലവറയിൽ രുചിപ്പെരുമ. പാലസ് ഗ്രൗണ്ടിലെ ഭക്ഷണപ്പുരയിൽ ഒരു ദിവസം ഒരുക്കുന്നത് 60,000-ഓളം പേർക്കുള്ള ഭക്ഷണം. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദികളുടെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത പോലീസ്. സുരക്ഷാ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത് 1000-ഓളം പോലീസുകാരെ. കലോത്സവ വേദികൾ വിജിലൻസ് നിരീക്ഷിക്കും. ഗ്രീൻ പ്രോട്ടോകോൾ ലംഘിച്ചാൽ പിഴ ഈടാക്കുമെന്ന് മേയർ. വരന്തരപ്പള്ളി തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷന്റെ കോൺക്രീറ്റ് കനാൽ തകർന്നു. പ്രദേശത്തെ പറമ്പുകളിലേക്ക് വെള്ളം ഒഴുകിയെത്തി. നിർമ്മാണത്തിലെ അപാകതയാണ് കനാൽ തകരാൻ കാരണമെന്ന ആക്ഷേപം. കുണ്ടന്നൂർ മാവിൻചുവട് പരിസരത്ത് പൊന്തക്കാട് വൃത്തിയാക്കുന്നതിനിടയിൽ 5 പേർക്ക് കടന്നൽ കുത്തേറ്റു. സാരമായി പരിക്കേറ്റ 3 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.